മാറിവാനിയോസ് മാറിവാനിയോസ് മലങ്കരയുടെ മഹാജ്യോതിസേ മാമുനീന്ദ്ര മഹാത്മാവേ. കാലമൊരു കഥയെഴുതി. പോരാട്ട വീര്യങ്ങളിലൂടെയുള്ള അതിജീവനത്തിന്റെയും ഇല്ലായ്മകളിലേക്കുള്ള നേടിയെടുക്കലുകളുടെയും എന്നാൽ ശത്രുതകളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറ്റങ്ങളുടെയും കഥ. അതിലെ നായകനോ മലങ്കര മക്കൾക്ക് പുനരൈക്യം എന്ന വാക്കിനെ പരിചിതമാക്കി സഹ്യന്റെ മടിത്തട്ടിൽ പ്രകൃതിയുടെ ചൂടും ചൂരുമറിഞ്ഞൊരു സന്യാസി, ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവ്. ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ 15 നാൾ നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന യാത്ര, സ്മരണാഞ്ജലി. അതെ, സ്മരണാഞ്ജലിയുടെ യഥാർത്ഥ മുഖം ഇവിടെയാണ്. തൻ്റെ സന്യാസ സമൂഹത്തിന് ഏറ്റവും തീവ്രമായ അനുഭൂതിയിലൂടെ ഒരു താപസന്റെ ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി കാഷായ വസ്ത്രം തന്നെയാണ് വേണ്ടത് എന്നുള്ളത് പിതാവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഭാഗമായി ഭാരതീയ സന്യാസ ദർശനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിക്ക് തക്ക വിധമുള്ള വസ്ത്രങ്ങളായിരുന്നു പിതാവ് ഉപയോഗിച്ചതും തൻ്റെ സന്യാസ സമൂഹത്തിലെ മക്കൾക്കായി തിരഞ്ഞെടുത്തതും. അതിൻ്റെ ഭാഗമായി തന്നെ സന്യാസ സമർപ്പണത്തിൻ്റെ കാഷായ വേഷമാണ് പിതാവ് ധരിച്ചിരുന്ന മേൽക്കുപ്പായമാണ്, കാവി പുറംകുപ്പായമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർത്ഥാടന ഇടമെന്നാൽ വിശുദ്ധരുടെ സംഗമഭൂമി എന്നുകൂടി അർത്ഥമുണ്ട്. അതെ, വിശുദ്ധയായ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഈ രൂപം സ്വന്തം സഹോദരിയായ വിശുദ്ധ ആഗ്നസ് പുണ്യവതി ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന് സമ്മാനിച്ചതാണ്. അതായത് പുനരൈക്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൊടുമ്പിരി കൊണ്ട ഒരു കാലത്ത് ലോകമെമ്പാടും പ്രാർത്ഥനകൾ ഉയർന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യത്തിനായി. അന്ന് ഫാദർ മെർസിലിനോസ് ടിഒസിഡി മുഖേന ഫാദർ ഗീവർഗീസ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ സ്വന്തം സഹോദരിയായ സിസ്റ്റർ ആഗ്നസിന് ഒരു കത്തെഴുതുകയുണ്ടായി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യത്തിന് വേണ്ടി പ്രേക്ഷിത മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്. 1930 ഓഗസ്റ്റ് മാസം തിരികെ വന്ന മറുപടി കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: തിരുസഭാ തൊഴുത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുഗ്രഹം ആ 2 വൈദിക അധ്യക്ഷന്മാർക്കും നമ്മുടെ കൊച്ചു വിശുദ്ധ എത്രയും വേഗം വാങ്ങി നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റവും അത്ഭുതമെന്ന് പറയട്ടെ, ആ കത്തിനു ശേഷം 1 മാസത്തിനുള്ളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന സത്യസഭയുടെ പുനരൈക്യത്തെ യാഥാർത്ഥ്യമാക്കി സ്വർഗത്തിന്റെ അനുഗ്രഹമുണ്ടായി. മലങ്കരയുടെ പുനരൈക്യ വിവരമറിഞ്ഞ സിസ്റ്റർ ആഗ്നസ് അതീവ സന്തോഷത്തോടുകൂടി നമ്മുടെ മാർ ഇവാനിയോസ് പിതാവിന് സ്നേഹോപഹാരമായി നൽകിയതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഈ രൂപം. യേശുവിനെയും അവന്റെ 12 സ്ലീഹന്മാരെയും സൂചിപ്പിക്കുന്ന 13 കുരിശുകൾ, കറുത്ത തുണിയിൽ സ്വർണ്ണ നൂലിഴകൾ കൊണ്ട് ചേർത്ത് നെയ്തെടുത്ത 13 കുരിശുകൾ. ഇത് മസനബ്സ, സന്യാസത്തിന്റെ മുഖപ്രകാശ തിരുമുടി. വന്യപിതാവ് ഏറെ ആഗ്രഹത്തോടെ, ഇഷ്ടത്തോടെ, പ്രാർത്ഥനയോടെ ധരിച്ചിരുന്ന ആൽബം. സുറിയാനി ഭാഷയിലേക്ക് നമ്മൾ അതിനെ പറയുമ്പോൾ കുത്തീനോ. മലങ്കരയുടെ മഹാരഥന്റെ ശിരസിനെ അലങ്കരിച്ച കിരീടം. അതെ, ഒരു രാജാവിന്റെ പ്രൗഢിയും ആദർശ ഗാംഭീര്യവും പിതാവ് നിലനിർത്തിയപ്പോഴും പ്രാർത്ഥനയോടുകൂടി തന്റെ ശിരസിലേക്ക് എന്നും ചേർത്ത് വെച്ച മഹത്വ കിരീടമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇത് അധികാര ചിഹ്നത്തിനകമ്പടി. പിതാവ് തന്റെ കുരിശിൽ കെട്ടിയിരുന്ന തൂവാല.